കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യ ചർച്ചയാവുകയാണ്. കേസിലെ പ്രതി ഷിംജിത മുസ്തഫയെ കോടതി ഇന്ന് അറസ്റ്റ് ചെയ്തു. ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി സോഷ്യൽ മീഡിയയിൽ ഷിംജിത എന്ന യുവതി ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യയ്ക്ക് പിന്നാലെ യുവതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഷിംജിതയ്ക്കെതിരെ ദീപകിന്റെ കുടുംബം പോലീസിനെ സമീപിച്ചു. കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയി. എന്നാൽ ഇന്ന് രാവിലെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റിമാൻഡിലായ പ്രതിയെ മഞ്ചേരി വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇന്ന് നടന്നത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ കേസന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്ത് വന്നതോടുകൂടിയാണ് പോലീസ് കൂടുതൽ ഊർജിതമായ ശ്രമങ്ങളിലേക്ക് കടന്നത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് ഇന്ന് 10:30 ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ വിദേശത്തേക്ക് കടന്നിരിക്കാമെന്ന ഒരു വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതിനാൽ ഇവർക്ക് വിദേശത്തേക്ക് കടക്കാനാകില്ലെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. അങ്ങനെയാണ് ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചും സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. ഒടുവിൽ 10:30 വടകരയിലെത്തി ബന്ധുവീട്ടിൽ വെച്ച് ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ നീക്കം. സാധാരണഗതിയിൽ വിവരങ്ങൾ പുറത്തുവരികയാണെങ്കിൽ ആളുകൾക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു സുരക്ഷാ വീഴ്ച സംഭവിക്കാതിരിക്കാൻ പോലീസ് അതീവ രഹസ്യമായിട്ടായിരുന്നു ഓരോ നീക്കങ്ങളും നീക്കിയത്. വടകരയിലെ ബന്ധുവീട്ടിലേക്കും മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിലാണ് പോലീസ് എത്തിയത്. പിന്നീട് കസ്റ്റഡിയിലെടുത്ത ശേഷം കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടിയാണ് ഷിംജിത മുസ്തഫ കസ്റ്റഡിയിലാണെന്ന വിവരം സ്ഥിരീകരിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ACPയുടെ ഓഫീസിലോ എത്തിക്കും എന്നുള്ളതായിരുന്നു ആദ്യ വിവരം. എന്നാൽ അവിടങ്ങളിലൊക്കെ തന്നെ കസ്റ്റഡിയിലാണെന്ന വിവരം പുറത്തുവന്നതോടുകൂടി വലിയ രീതിയിലുള്ള ജനക്കൂട്ടം സംഘടിച്ചു. അതോടുകൂടിയാണ് ആ നീക്കം ഉപേക്ഷിച്ച് നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് തീരുമാനിച്ചത്. പിന്നീട് കുന്നമംഗലം കോടതിയിൽ പോലീസ് ഇവരെ എത്തിക്കുകയായിരുന്നു. കോടതി 14 ദിവസത്തേക്കാണ് ഷിംജിത മുസ്തഫയെ റിമാൻഡ് ചെയ്തത്. മഞ്ചേരി വനിതാ ജയിലിലേക്കാണ് മാറ്റിയത്. ഇനി അടുത്ത ഘട്ടമെന്ന നിലക്ക് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അപേക്ഷ സമർപ്പിച്ച് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാവും. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായി ഇവർ ബസ്സിൽ വെച്ച് ലൈംഗികോപദ്രവം നേരിട്ടിട്ടുള്ളോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി ഇവരുടെ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച് ആ വിവരങ്ങൾ കൂടി ഒത്തുനോക്കിയായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന നിലക്ക് മാത്രമാണ് ഇവർ വീഡിയോ ചെയ്തതെങ്കിൽ അതിനുള്ള സാധ്യത എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരണം എന്ന നിലക്കുള്ള ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും സ്വാഭാവികമായി ഉണ്ടാകും. അതിനുള്ള ഉത്തരം ലഭിക്കുന്നതോടുകൂടി ഈ സംശയങ്ങൾക്കൊരു പരിഹാരമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതിന് ഉത്തരം നൽകേണ്ടത് പോലീസാണ്. സ്വാഭാവികമായും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത്, അതല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ മാത്രമായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പോലീസിന് ഒരു വ്യക്തത വരും. അതിനുശേഷമായിരിക്കും ഈ ബസ്സിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു കൃത്യത വരിക. ഏതായാലും പോലീസ് അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോഴും വിഷയത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ്. ഇതിപ്പോൾ അത് കൃത്യമായി തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ യുവതിയെ വിശദമായി തന്നെ അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഇങ്ങനെയൊരു വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ അത് അവരെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെയൊരു മോശമായൊരു പ്രവൃത്തി ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അത് നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അത് ഈ രീതിയിലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. തീർച്ചയായും ഇവിടെ ഒരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ചിലപ്പോൾ അത് വെറുതെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ മാത്രമായിക്കൂടെ, അല്ലെങ്കിൽ വെറുതെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കാരണം തീർച്ചയായും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ചോദ്യം തന്നെയാണ്. കാരണം ഇതിനു മുമ്പും നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ
കണ്ടിട്ടുണ്ട്. പല വീഡിയോകൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്നുൾപ്പെടെയുള്ള പല വീഡിയോകൾ പല സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ തന്നെ പങ്കുവച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അത് തീർച്ചയായും അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുന്ന കാഴ്ചകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പകൽമാന്യന്മാരെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ തീർച്ചയായും ഒരു പരിധിവരെ ഈ ഒരു പ്രവണത, ഈ വീഡിയോ എടുക്കുക, അത് ആളുകളെ കാണിക്കുക, അതിലൂടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ചിലപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരിക്കാം, ഈ പെൺകുട്ടി പറയുന്നത് പോലെ, യുവതി പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലായിരിക്കാം. അതിൻ്റെ ഒരു മാനസിക പ്രശ്നത്തിൽ തന്നെ ആയിരിക്കാം ദീപക് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു, ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇന്നിപ്പോൾ മീഡിയ വണ്ണിനോട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും നേരിടുകയാണെങ്കിൽ അത് അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ എന്ന് കരുതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്, അത് പോലീസിന് നൽകണമായിരുന്നു. പോലീസിൽ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാമായിരുന്നില്ലേ, അതായിരുന്നില്ലേ ആ ഒരു വഴി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു വഴി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പോലീസിന് മുന്നിൽ പരാതി നൽകിയിട്ടും എത്ര പരാതികൾ ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി പ്രധാനമായും അവിടെ നിലനിൽക്കുന്നുണ്ട്. എത്ര പെൺകുട്ടികൾക്ക് ഇങ്ങനെ നീതി ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു മറുപടി, അല്ലെങ്കിൽ അത് ബയസ്ഡായി നമുക്ക് ഒന്നും തന്നെ പറയാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. കാരണം എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. തീർച്ചയായും പോലീസിന്റെ അന്വേഷണത്തിൽ അത് തെളിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ.